ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 9ാം ക്ലാസ്സിലെ സഭാചരിത്രം പാഠം 21 മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിക്കീസ് ബാവായുടെ മലങ്കര സന്ദർശനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവേ, അവിടുത്തെ മക്കളായി ഞങ്ങൾ ജീവനുള്ള അവിടുത്തെ വചനങ്ങളെ ആചരിപ്പാൻ കൃപയരുളയണമേ. അവിടുത്തെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഇന്നത്തെ നമ്മുടെ പാഠഭാഗം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഒന്നുകൂടി പറയാം. മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിക്കീസ് ബാവായുടെ മലങ്കര സന്ദർശനം. നമുക്കറിയാമെന്ന നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആരാണ് ഈ പാത്രിക്കീസ് ബാവ? യെസ്, നമ്മുടെ സഭയുടെ ദൃശ്യതലവനാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ. അതായത് കാണപ്പെടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനിയാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ. സഭയുടെ ഭരണത്തലവനാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ. ഇപ്പോഴത്തെ നമ്മുടെ പാത്രിക്കീസ് ബാവയുടെ പേരെന്താണ്? മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവ. മറന്നു പോകരുത്. മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവ. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠത്തിൻ്റെ പേര് എന്ന് പറയുന്നത് പരിശുദ്ധ അപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവായുടെ മുൻഗാമിയായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പാത്രിക്കീസ് ആയിരുന്ന, തൊട്ടു മുമ്പുണ്ടായിരുന്ന പരിശുദ്ധ പാത്രിക്കീസ് ബാവയെ കുറിച്ചാണ്. പരിശുദ്ധ പിതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ജനിച്ചത് 1933 ഏപ്രിൽ മാസം 21-ാം തീയതി ഇറാഖിലെ മോസൂർ എന്ന സ്ഥലത്ത് ഒരു പ്രശസ്ത ഇറാഖി കുടുംബത്തിലാണ്. ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിട്ടത് സാൻ ഹാരിബ് എന്നാണ്. ഒന്ന് കുറിച്ചു വെക്കുക. ചെറുപ്പത്തിലെ പരിശുദ്ധ പിതാവിൻ്റെ പേര് മാതാപിതാക്കൾ അദ്ദേഹത്തിനിട്ടത് സാൻ ഹാരിബ് എന്നാണ്. പരിശുദ്ധ പിതാവ് ജനിച്ചത് 1933 ഏപ്രിൽ മാസം 21-ാം തീയതി ഇറാഖിലെ മോസൂർ എന്ന സ്ഥലത്ത് ഒരു പ്രശസ്ത ഇറാഖി കുടുംബത്തിലാണ്. പരിശുദ്ധ പിതാവിൻ്റെ പേര് ബഷീർ ഇവായ്സ് എന്നും മാതാവിൻ്റെ പേര് ഹസീബെ ആട്ടോ എന്നുമാണ്. ഒന്നുകൂടി പറയാം. പിതാവിൻ്റെ പേര് ബഷീർ ഇവാസ് എന്നും മാതാവിൻ്റെ പേര് ഹസീബെ ആട്ടോ എന്നുമാണ്. 1963 തൻ്റെ 30-ാമത്തെ വയസ്സിൽ മാർ സേവേരിയോസ് സാഖായിവാസ് എന്ന പേരിൽ മോസൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായി വാഴിച്ചു. 1963 തൻ്റെ 30-ാമത്തെ വയസ്സിൽ മാർ സേവേരിയസ് സാഖായിവാസ് എന്ന പേരിൽ തൻ്റേതനായ ഇടവകയായ മോസൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായിട്ട് വാഴിച്ചു. 1963 മുതൽ 69 വരെ ഈ സ്ഥാനത്ത് തുടർന്നു. വീണ്ടും 1969 ബാഗ്ദാദ്, ബസ്ര എന്നീ മദ്രാസിനുള്ള മെത്രാപ്പോലീത്തയായി തെരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലെയും ആക്ടിംഗ് ആർച്ച് ബിഷപ്പായി 1980 വരെ നിയമിക്കപ്പെട്ടു. അതിനുശേഷം 1980 സെപ്റ്റംബർ 14 ദമസ്കോസിലെ സെന്റ് ജോർജ് കത്തീഡ്രൽ വെച്ച് മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖ ഇവാസ് ഒന്നാമൻ എന്ന പേരിൽ പരിശുദ്ധ പാത്രിക്കീസായി വാഴിക്കപ്പെട്ടു. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. മോറാൻ മോർ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിക്കീസ് ബാവ 1980 ജൂൺ മാസം 20-ാം തീയതി കാലം ചെയ്തു. നമ്മുടെ പാഠഭാഗത്തെ മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിക്കീസ് ബാവയുടെ മുൻഗാമിയായിരുന്ന പിതാവായിരുന്നു യാക്കോബ് തൃതീയൻ പാത്രിക്കീസ് ബാവ. പരിശുദ്ധ പിതാവ് 1980 ജൂൺ മാസം 20-ാം തീയതി കാലം ചെയ്തു. തലസ്ഥാനത്തേക്കാണ് മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിക്കീസ് ബാവയുടെ തിരഞ്ഞെടുപ്പ്. പരിശുദ്ധ പിതാവ് പാത്രിക്കീസ് ബാവയുടെ പിൻഗാമിയായി ബാഗ്ദാദ് മെത്രാപ്പോലിത്ത മാർ സേവേറിയോസ് സഖാ പാത്രിക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
1980 സെപ്റ്റംബർ മാസം 14 സ്ലീബ പെരുന്നാൾ ദിവസം ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മാർ ബസേലിയോസ് പൗലോസ്തിദിയൻ കാതോലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും വിശുദ്ധ പത്രോസിന്റെ അപ്പോസ്തോലിക സിംഹാസനത്തിന്മേൽ മോറാൻമോർ ഇഗ്നാത്തിയോസ് സാഖ പ്രഥമൻ ഇവാസ് എന്ന പേരിൽ പാത്രികസായ അദ്ദേഹം അവരോധിക്കപ്പെട്ടു. നമുക്കറിയാം, സെപ്റ്റംബർ മാസം 14 ഒരു പ്രത്യേകത. നമ്മുടെ കർത്താവിനെ കുരിശ് കുസ്തുനിയോസ് ചക്രവർത്തിയുടെ മാതാവ് ഖലനി രാജ്ഞി കണ്ടെടുത്ത ആ ദിവസമാണ് നമ്മുടെ സഭ സെപ്റ്റംബർ 14 സ്ലിവ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ആ മഹനീയ ദിവസത്തിൽ, ആ കറുത്ത ദിവസത്തിലാണ് 1980 സെപ്റ്റംബർ മാസം 14 മോറാൻമാർ ഇഗ്നാത്തിയോസ് സാഖ പ്രഥമൻ പാത്രികീസ് ബാവയെ വാഴിച്ചത്. നമുക്കേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മലങ്കര സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക, മലങ്കര സഭയുടെ പ്രകാശ ഗോപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന പിതാവായ ബസേലിയോസ് പൗലോസ്തിദിയൻ കാതോലിക്ക ബാവായാണ്. 1996 സെപ്റ്റംബർ മാസം 1 ശ്രേഷ്ഠ കാതോലിക്ക ബാവ കാലം ചെയ്ത് മലയക്കുരിശുതരായിൽ കബറടക്കപ്പെട്ടു. സ്ഥാനാരോഹണത്തിന് ശേഷം പരിശുദ്ധ പാത്രികീസ് ബാവ മലങ്കര സഭയെ സംബന്ധിച്ച അതിപ്രധാന നടപടികൾ സ്വീകരിച്ചു. 1981 നവംബർ 17 മുതൽ 24 വരെ സഭയുടെ ആഗമാന സുനകദോസ് ദമസ്കോസിൽ വെച്ച് വിളിച്ചുകൂട്ടി മലങ്കര സഭയിൽ നിന്ന് ശ്രേഷ്ഠ കാതോലിക്ക, മെത്രാപോലിത്തമാര് എന്നിവർ സുനകദോസിൽ പങ്കെടുത്തു. പരിശുദ്ധ സുനകദോസ് മലങ്കര സഭയുടെ ശ്രേയസ്സിന് ഉതകുന്ന അനേകം തീരുമാനങ്ങൾ എടുത്തു. വിശുദ്ധ സഭയുടെ ഐക്യവും സമാധാനപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നവയും വിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായി ആദ്യ നൂറ്റാണ്ട് മുതൽക്കുള്ള ദൃഢമായ ബന്ധവും വിധേയത്വവും അരക്കിട്ടുറപ്പിക്കുന്നതുമായിരുന്നു ഈ തീരുമാനങ്ങൾ. കാരണം നമ്മുടെ സഭ ഇന്ന് അനുഭവിച്ചിരിക്കുന്ന പോലെ കക്ഷി വഴക്ക്, അല്ലെങ്കിൽ ബാവാ കക്ഷിയും മെത്രാൻ കക്ഷിയും തമ്മിലുള്ള വഴക്ക് അന്നും ഇപ്രകാരം തന്നെ ഇതിലും കൂടുതലായിട്ട് മൂർച്ഛിച്ചിരുന്ന സമയമാണ്. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ വാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മലങ്കര സഭയിലേക്ക് തൻ്റെ മക്കളെ കാണുവാനായിട്ട് എഴുന്നള്ളി. തൻ്റെ ആദ്യത്തെ ശ്രൈയ സന്ദർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് മലങ്കര സഭയിലേക്ക് പരിശുദ്ധ പിതാവ് എഴുന്നള്ളി വന്നത് 1982 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. അദ്ദേഹം തൻ്റെ മക്കളെ കാണുവാനായിട്ട് മലങ്കര സഭയിലേക്ക് വന്നതിൽ കൂടാതെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മഞ്ഞനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ എലിയാസ്തിദിയൻ പാത്രികീസ് ബാവായുടെ 50ാം ഓർമ്മ പെരുന്നാൾ ആചരണമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പരിശുദ്ധ ബാവ മണകാട് പള്ളിയിൽ വെച്ച് മുഴുവൻ കുദാശ നടത്തി. കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ വെച്ച് AC എബ്രഹാം കാശിഷായെ അങ്കമാലി ഭദ്രാസന സഹായ മെത്രാപ്പോലീത്തയായി എബ്രഹാം മാർ സേവേറിയസ് നാമത്തിൽ വാഴിച്ചു. കൂടാതെ ബാവായുടെ അധ്യക്ഷതയിൽ ചേർന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി മലങ്കര സഭയുടെ ഭരണഘടന നിർമ്മാണത്തിനായി ഒരു വിദഗ്ധ കമ്മിറ്റിയെയും തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ തൻ്റെ ശ്ലൈഹിക സന്ദർശനം 1982 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. ഈ സമയത്ത് കോതമംഗലം പള്ളിയിൽ വെച്ച് AC എബ്രഹാം കാശിഷായെ എബ്രഹാം മാർ സേവേറിയസ് നാമത്തിൽ അങ്കമാലി സഹായ മെത്രാപ്പോലീത്തയായി വാഴിച്ചു എന്നും അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ സഭയിലുള്ള ഏറ്റവും സീനിയർ മെത്രാപ്പോലീത്തായും അങ്കമാലി മേഖലയുടെ മെത്രാപ്പോലീത്തായും. തന്റെ രണ്ടാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് 2000 ഏപ്രിൽ 7 പരിശുദ്ധ പിതാവിൻ്റെ രണ്ടാമത്തെ ഭാരത സന്ദർശനത്തിനായി 2000 ഏപ്രിൽ 7 അദ്ദേഹം കേരളത്തിലെത്തി. പരിശുദ്ധ ബാവ തന്റെ രണ്ടാമത്തെ ഭാരത സന്ദർശനത്തിനായി 2000 ഏപ്രിൽ 7 കേരളത്തിലെത്തി. കിഴക്കിൻ്റെ വലിയ മെത്രാപ്പോലീത്ത കൂബർ നീതി ഹാക്കിമോ എബ്രഹാം മാർ ക്ലമീസ് തിരുമേനിയുടെ മെത്രാഭിഷേക സുവർണ ജൂബിലിയോടനുബന്ധിച്ചായിരുന്നു ഹ്രസ്വമായ തന്റെ രണ്ടാം ശ്ലൈഹിക സന്ദർശനം.
കൂബർ നിധി ഹാക്കിമോ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനിയായ കപ്പിത്താൻ എന്നാണ്. തൻ്റെ രണ്ടാമത്തെ സന്ദർശന വേളയിലാണ് പുത്തൻകുരിശിൽ വെച്ച് ചേർന്ന സ്വീകരണ പരിപാടിയിൽ +2 കോഴ്സ് MJS ആരംഭിച്ച +2 കോഴ്സ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഒന്നാമത്തെ സന്ദർശനം 1982 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടത്തിയതെന്നും രണ്ടാമത്തെ സന്ദർശനം 2000 ഏപ്രിൽ 7 തൻ്റെ മൂന്നാമത്തെ സന്ദർശനം പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനാരോഹണ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ്, ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് 2004 സെപ്റ്റംബറിൽ പരിശുദ്ധ പിതാവ് 3-ാം തവണ കേരളത്തിലെത്തിയത്. പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനാരോഹണ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിനാണ് 2004 സെപ്റ്റംബറിൽ പരിശുദ്ധ പിതാവ് 3-ാം തവണ കേരളത്തിലെത്തിയത്. ഏത് പിതാവിൻ്റെ? നമ്മൾ പഠിച്ചു 1980 പരിശുദ്ധ പത്രിക്കീസ് ബാവായ ഇദ്ദേഹത്തെ വാഴിച്ചത്. മൂന്നാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് 2004. 1980 മുതൽ 2004 സെപ്റ്റംബർ വരെ 24 വർഷം തികഞ്ഞ് 25ാമത്തെ വർഷം. അതായത് പരിശുദ്ധ പത്രിക്കീസ് ബാവായുടെ തന്നെ സ്ഥാനാരോഹണ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. പുത്തൻകുരിശ് പാത്രിക സെന്ററിന്റെ കുദാശയും മംഗലം മാർത്തോമാൻ ചെറിയ പള്ളിയിൽ വെച്ച് നടത്തിയ മുറോദാശയും കരിങ്ങാച്ചിറ സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസും ഈ സന്ദർശനത്തിലെ പ്രധാന സംഭവങ്ങളാണ്. 2004 സെപ്റ്റംബർ മാസം 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ അധ്യക്ഷതയിൽ പുത്തൻകുരിശ് പാത്രിക സെന്ററിൽ ചേർന്ന സൺഡേ സ്കൂൾ അസോസിയേഷന്റെ സെൻട്രൽ കമ്മിറ്റി യോഗം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നിത്യസ്മരണാർഹമായ ഒരു ചരിത്ര സംഭവമാണ്. 2004 സെപ്റ്റംബർ 27 രണ്ടാം മുളന്തുരുത്തി സിനോദസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടന്നു. മുളന്തുരുത്തി മാർത്തോമാൻ പള്ളിയിൽ വെച്ച് മോറാൻ മാർ ഇഗ്നാത്തിയോസ് സാക്കാപ്രധാൻ പാത്രിക്കീസ് ബാവയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം കൂടിയത്. എൻ്റെ 3-ാം സ്ലൈഹ സന്ദർശനത്തിൽ രണ്ടാം മുളന്തുരുത്തി സിനോദോസ് എന്ന പേരിൽ മുളന്തുരുത്തിയിൽ വെച്ച് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടന്നു. രണ്ടാം മുളന്തുരുത്തി സിനോദോസ് എന്ന പേരിൽ നടന്നെങ്കിൽ നമ്മൾ പഠിച്ചു 8ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ 1-ാം മുളന്തുരുത്തി സിനോദോസ് എന്നാണെന്ന്. 1976 ജൂൺ മാസം 28, 29, 30 തീയതികളിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കണയന്നൂർ താലൂക്കിൽ മുളന്തുരുത്തി പള്ളി മാർത്തോമാൻ ചെറിയ പള്ളിയിൽ വെച്ചാണ് 1-ാം മുളന്തുരുത്തി സിനോദോസ് കൂടിയെങ്കിൽ ആ പള്ളിയിൽ വെച്ച് തന്നെ പരിശുദ്ധ പിതാവായ മോറാൻ മാർ ഇഗ്നാത്തിയോസ് സാക്കാപ്രധാൻ പാത്രിക്കീസ് ബാവായുടെ 3-ാം സ്ലൈഹ സന്ദർശനത്തിൽ 2004 സെപ്റ്റംബർ 27 രണ്ടാം മുളന്തുരുത്തി സിനോദോസ് എന്ന പേരിൽ അല്ലെങ്കിൽ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടന്നു. ഇതുകൂടാതെ 4-ാമത്തേതും അവസാനത്തെയുമായുള്ള തൻ്റെ സ്ലൈഹ സന്ദർശനം 2008 ഒക്ടോബർ മാസത്തിലാണ് നടന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക മലങ്കരയുടെ യാക്കോബ് പ്രധാന എന്ന പേരിൽ അറിയപ്പെടുന്ന ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ പൗരോഹിത്യത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഈ സന്ദർശനം. കൂടാതെ മഴുവന്നൂർ പള്ളി കുദാശ ചെയ്തു. പുത്തൻകുരിശിലെ കത്തീഡ്രൽ പള്ളി കുദാശ നടത്തി. ഇതിനെല്ലാം ഉപരിയായി MJSയുടെ മക്കൾ എന്നുള്ള രീതിയിൽ നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു സംഭവം കൂടി ഈ സന്ദർശനത്തിൽ നടന്നു. 2008 ഒക്ടോബറിൽ MJSയുടെ ആസ്ഥാനത്ത് വെച്ച് പരിശുദ്ധ പിതാവിൻ്റെ അധ്യക്ഷതയിൽ വെച്ച് നടത്തിയ അഖില മലങ്കര സൺഡേ സ്കൂൾ വിദ്യാർത്ഥി സംഗമ റാലി MJSയുടെ ചരിത്രത്തിലെ ഒരു അവിസ്മരണീയ സംഭവമായിരുന്നു. 2014 മാർച്ച് 21 പരിശുദ്ധ പിതാവായ മോറാൻ മാർ ഇഗ്നാത്തിയോസ് സാക്കാപ്രധാൻ പാത്രിക്കീസ് ബാവ കാലം ചെയ്ത് ആ ജർമ്മനിയിൽ വെച്ച് കാലം ചെയ്ത് ഡമസ്കോസിലെ സെൻറ്റ് പോൾസ് ആൻഡ് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് അടക്കം ചെയ്തു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തെക്കുറിച്ച് പറയുവാനുള്ളത്. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, നിൻ്റെ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്ത ജീവൻ്റെ വചനങ്ങൾ മറന്നു പോതിരിപ്പാൻ
ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമീൻ.